ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്, കുടിക്കാൻ വേണ്ടിയിട്ട്. അത് ഉലുവയോ അല്ലെങ്കിൽ ജീരകമോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുടിക്കാമല്ലോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയുടെ മാവും അതുപോലെ പാല്, പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, തേങ്ങ, ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ, അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഇതൊക്കെ ഞാനെടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫ്രിഡ്ജ് തുറക്കണ്ടല്ലോ, എല്ലാം ഒരുമിച്ച് തന്നെ എടുത്ത് ഇങ്ങനെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അതിങ്ങനെ തുറന്ന് നമുക്ക് ഫ്രിഡ്ജിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ചായ തിളപ്പിച്ചു. ഇനി ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തു, ഒന്ന് ഫ്രഷായി, അതിനുശേഷം കിച്ചണിലേക്ക് വന്നിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു, പിന്നെ ചായ തിളപ്പിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയും തക്കാളി ചമ്മന്തിയാണ്. പിന്നെ അതും കൂടി റെഡി ആക്കണം. അപ്പോൾ ചായ തിളപ്പിച്ച് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇഡ്ഡലിക്കുള്ള മാവിൻ്റെ ആ ഒരു തണുപ്പൊക്കെ മാറിയതിന് ശേഷം ഇഡ്ഡലിക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ പുതിയ പാത്രങ്ങളാണ് കേട്ടോ. പുതിയ വീടായതുകൊണ്ട് പുതിയ പാത്രങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ വീട് ശരിയാവുന്നതിന് മുന്നേ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ പാത്രം വേണം, അങ്ങനത്തെ ഇത് വേണം, അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സാധിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി തട്ടെന്ന് പറയുന്ന ഒരു കുഞ്ഞ് പാത്രമാണ് കേട്ടോ, ചെറിയ പാത്രമാണ്. അപ്പോൾ നമുക്കിനി തക്കാളി ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇത് അത്ര പഴുത്തിട്ടില്ല, എൻ്റെ ഇതേ ഉള്ളൂ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഒരു പച്ചമുളക് എടുത്തു കേട്ടോ. പിന്നെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയും സവോളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചെടുത്ത് കടുക് പൊട്ടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയാവും. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കടുക് ഇടണ്ട കേട്ടോ, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓയിലിൽ വഴറ്റി ഒരു ഹാഫ് കുക്കായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ പച്ചമുളക്, പിന്നെ അതുപോലെ ഗാർലിക്ക്, ഒണിയൻ, ഇത് ഇത്രയാണ് ആദ്യം വഴട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോഴത്തെ അടുപ്പിൽ നമ്മുടെ ഇഡ്ഡലി വേകുന്നുണ്ട്, റെഡിയാവുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അതും ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് വെന്തോ ഇല്ലയോ എന്ന്. എനിക്ക് കറക്റ്റ് വേവ് ഇങ്ങനെ അറിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഈ ഇഡ്ഡലി ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട്. നമുക്ക് തൊടുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് ഞാൻ അങ്ങനെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് റെഡി ആവാനുണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും അവിടെ അടച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴട്ടി ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വയ്ക്കുകയാണ് തണുക്കാൻ വേണ്ടിയിട്ട്. മാറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ പുറത്തിങ്ങനെ തളിച്ചു കൊടുക്കും. ഇത് നമ്മുടെ അമ്മയൊക്കെ പണ്ട് ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണ് കേട്ടോ. പെട്ടെന്ന് തണുക്കുമെന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം ഇല്ലേ അതിങ്ങനെ പുറത്തിങ്ങനെ തളിച്ചു കൊടുക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളും ഇത് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ തട്ട് ഇഡ്ഡലി ഞാൻ വെച്ചിട്ടുണ്ട്. ഒരാൾ ഉറക്കത്തിൽ നിന്ന് വന്ന് ഇരിക്കുന്നു. സ്കൂളിൽ പോകാൻ കുറച്ച് മതി. ഒരു 5 ദിവസത്തോളം അവധി കിട്ടി. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ ചെറിയൊരു മടിയുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടിയും അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറില്ലേ അതുണ്ടെങ്കിൽ കുറച്ച് കളറും കിട്ടും, എരിവും കുറവായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാരണ മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത് കടു പൊട്ടിച്ച് നമ്മളെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്തൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡിയാവും. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇഡ്ഡലിയുടെ കൂടെ. അപ്പോൾ വാവയ്ക്ക് ഇഷ്ടമാണ് ഈ ഒരു ചമ്മന്തി. വാവ പറഞ്ഞിട്ടാണ് ഇന്ന് ഇതുണ്ടാക്കിയത് തന്നെ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വാവേനെ കൊണ്ട് റെഡിയാക്കി സ്കൂളിൽ വിടണം, ഫുഡ് കഴിപ്പിക്കണം. അപ്പോൾ ഞാൻ തന്നെയാണ് കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതും. ബസ്സിൻ്റെ കാര്യമൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ബസ്സിൻ്റെ ഇതൊന്നും കറക്റ്റായിട്ടൊന്നും ആയിട്ടില്ല. അപ്പോൾ കൊണ്ടാക്കാൻ വേണം, വിളിച്ചുകൊണ്ട് വരാൻ വേണം. അപ്പോൾ ഞാൻ വാവിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പാല് വാവയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ വാവ കുടിച്ചില്ല. പാലും ചായയൊക്കെ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.